ഹായ് നമസ്കാരം കൂട്ടുകാരെ, വീണ്ടും നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുകയാണ് രേഷ്മ തങ്കച്ചൻ, രേണുസുതി. രേഷ്മ തങ്കച്ചൻ എന്ന രേണുസുതിയുടെ മാറ്ററുമായിട്ട് നിങ്ങളുടെ മുന്നിൽ വീണ്ടും ഞാൻ കടന്നു വന്നിരിക്കുകയാണ് സംസാരിക്കാൻ. എപ്പോഴും വിചാരിക്കും ഒന്നും പറയണ്ട എന്ന്. പക്ഷേ ചില വീഡിയോകൾ അവരുടെ കാണുമ്പോൾ നമ്മൾ പറഞ്ഞു പോകും. കാരണം ഇപ്പൊ വന്ന് മീഡിയയിൽ വന്ന് ചിലയ്ക്കുന്നുണ്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ട്. എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ഈ സുധി ജീവിച്ചിരുന്ന സമയത്ത് ഇവർക്ക് ഒരുപാട് കഷ്ടപ്പാടുകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇവർ നാട്ടുകാരിൽ നിന്നൊക്കെ കാശും മേടിച്ച് പല ആൾക്കാരും സുധിയെ സഹായിച്ചിട്ടൊക്കെയാണ് ഇവർ ജീവിച്ചിരുന്നത്. അന്നേരം ഇവർക്ക് ഈ പപ്പ എന്ന് പറയുന്ന ഈ തങ്കച്ചനും കുടുംബമൊക്കെ എവിടെയായിരുന്നു? ഇപ്പൊ എന്ത് പറഞ്ഞാലും ഈ തങ്കച്ചൻ എന്ന് പറഞ്ഞാലുള്ള പപ്പേനെ മുന്നിൽ നിർത്തിയിട്ടാണല്ലോ സംസാരിക്കുന്ന മൊത്തം ഈ രേണുസുതി. അപ്പൊ ഒരു പ്രശ്നങ്ങൾ വന്ന് കഷ്ടപ്പെട്ട സമയത്തൊക്കെ ഈ പപ്പയും ഈ സഹോദരിയും സഹോദരിയുടെ ഭർത്താവും കുടുംബമൊക്കെ എവിടെ പോയിരുന്നു? എൻ്റെ ചോദ്യം അതാണ്. വെറുതെ ഈ ഇപ്പൊ തന്നെ പല ആൾക്കാരും ആ വീട് വെക്കാൻ വേണ്ടി ഇവരെ സഹായിച്ചിട്ടുണ്ട്. അവരെയൊക്കെ മൊത്തത്തിൽ അധിക്ഷേപിച്ചിട്ടാണ് ഈ സ്ത്രീ ഈ മീഡിയയിൽ വന്ന് കിടന്ന് ഇങ്ങനെ വിളമ്പുന്നത്. ഇത്രയെങ്കിലും ഉളുപ്പ് വേണ്ടേ? നിങ്ങൾ പറ. അദ്ദേഹം ഈ സുധി എന്ന് പറയുന്ന മനുഷ്യൻ ജീവിച്ചിരുന്ന സമയത്ത് അദ്ദേഹത്തിനെ പിടുങ്ങി ഈ കുടുംബവും ഈ സ്ത്രീയും ജീവിച്ചു. അത് കഴിഞ്ഞ് അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ മരണം വളരെ കൊട്ടിയാഘോഷിച്ച് മരണം വിറ്റ് ആ സിമ്പതിയും വാങ്ങി ഇവരിപ്പോ സമൂഹത്തിൽ ഒരു വലിയ ആളായിട്ട് നിൽക്കുകയാണ്. അല്ലേ പാട്ട് സ്വന്തം കഴിവ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ച് ഉപയോഗിച്ച് ജീവിച്ചു പോകാൻ പഠിക്കണം. അതുമില്ല. സ്വന്തം ഭർത്താവ് മരിച്ചുപോയ ഭർത്താവിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് സിമ്പതി വാങ്ങി നാട്ടുകാരുടെ സഹായങ്ങളൊക്കെ വാങ്ങിച്ച് ജീവിച്ചു പോയിട്ട് അവരെയും കുറ്റം പറഞ്ഞ് മീഡിയയിൽ ഇറങ്ങിയിരിക്കുകയാണ്. ഈ സ്ത്രീയുടെ പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ വൈറലായിട്ട് ഇങ്ങനെ ലൈവായിട്ട് നിൽക്കണം എല്ലാ മീഡിയയിലും. അതാണ് ഇവരുടെ ഉദ്ദേശം. മനസ്സിലായോ? ഇപ്പൊ ഈ ഇടയ്ക്ക് പറഞ്ഞത് സ്വന്തം കൊച്ചിനെ ഋതുക്കുട്ടനെ കണ്ട ആ പയ്യനെ ഏറ്റവും കുഞ്ഞിനെ നോക്കാൻ അവർക്ക് പറ്റില്ല, നിങ്ങൾ ഏറ്റെടുത്തോന്ന്. നാണമുണ്ടോ? സത്യത്തിൽ ഇവരെ പേരിൽ ഒരു കേസ് കൊടുക്കേണ്ട സമയം കഴിഞ്ഞു. പ്രസവിച്ച കുട്ടിയെ സമൂഹത്തിലിട്ട് ലേലം വിളിക്കുന്നതിന്. മനസ്സിലായോ? ഇവളൊക്കെ അമ്മയാണോ? ഇവളൊക്കെ പറഞ്ഞ സ്വന്തം കുഞ്ഞിന് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്, സ്വന്തം മക്കളെ നോക്കാനിട്ട്. എന്നിട്ട് പറയുന്ന സ്വന്തം കൊച്ചിനെ നാട്ടുകാർ നോക്കിക്കോളാൻ. അപ്പൊ എന്താ പറയാ? ഈ കുഞ്ഞിനെ സമൂഹത്തിലിട്ട് ലേലം വിളിക്കുന്ന ഈ സ്ത്രീക്കെതിരെ ചൈൽഡ് കമ്മീഷനൊക്കെ കേസെടുത്ത് മുന്നോട്ട് പോകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. മനസ്സിലായോ? ഇത്രയെങ്കിലും നാണവും മാനവും ഇല്ലാതെ വന്നു കിടന്നങ്ങ് അലപ്പാണ്. മറുനാടൻ മലയാളി സഹായിച്ചിട്ടുണ്ടായിരുന്നു 1,10,000. ഇപ്പൊ അവരെ അതിശയിച്ചിട്ടാണ് പുറത്തോട്ട് ഇറങ്ങിയിരിക്കുന്നത്. സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് കിടന്ന് അലക്ക് രേണുസുതി. രേഷ്മ തങ്കച്ച, അതല്ലേ ബെറ്റർ? നിങ്ങളെ നിലനിൽപ്പോണ്ട് ജീവിച്ചിട്ട് നിങ്ങൾ വന്ന് കിടന്ന് അലക്ക്. നാട്ടുകാരുടെ സഹായം മേടിച്ചിട്ട് കിടന്ന് അലക്കാതെ. അതേ എനിക്ക് പറയാനുള്ളൂ. കേട്ടോ?